അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖീഖ അത് ജാഹിലിയ സമ്പ്രദായമാണെന്ന് ആരോ പറഞ്ഞു എന്ന് സഹോദരൻ ചോദിക്കുകയാണ്. വാസ്തവത്തിൽ സഹോദരന് വേണ്ടിയും നമ്മുടെ അൽ ജവാബ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയും ആണ് ഈ മറുപടി. നാം കഴിവിൻ്റെ പരമാവധി പണ്ഡിതന്മാരല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഖുർആൻ നിഷേധികൾ, ഹദീസ് നിഷേധികൾ, ബുദ്ധിപൂജകന്മാർ, അങ്ങനെ പല ഇനങ്ങൾ വ്യാപകമായ കാലമാണ് ഈ കാലഘട്ടം. അത് അങ്ങനെയുള്ളതായ ആൾക്കാരുടെ സംസാരം പണ്ഡിതന്മാരല്ലെങ്കിൽ കേൾക്കാതിരിക്കലാണ് നല്ലത്. കാരണം കേട്ട് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. നാം വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെയും തിരുസുന്നത്തിലൂടെയും മനസ്സിലാക്കി വെച്ച കാര്യത്തെ അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുന്നതായ മനുഷ്യനാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കരുത്. കാരണം അദ്ദേഹം ഖുതുബോധമൊന്നുമല്ല. അദ്ദേഹം പണ്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ കൂടെയായിരുന്നു. മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഖത്തീബായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ വേണ്ടാത്ത തോന്നിയാസങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഖുർആൻ നിഷേധിയായി മാറി. അഥവാ എൻ്റെ ഭാഷയിൽ ഖുർആൻ നിഷേധിയാണ്. കാരണം അദ്ദേഹം ഹദീസ് മുഴുവൻ നിഷേധിക്കുന്നു. ആൾക്കാരെ കവളിപ്പിക്കാനും വഞ്ചിക്കാനും വേണ്ടിയിട്ട് ബിസ്മില്ലയും അൽഹംദുലില്ലയും ഖുതുബയുടെ സംസാരത്തിൻ്റെ മുമ്പിൽ പറയേണ്ടതായ ഖുതുബത്തുൽ ഹാജ എന്ന് പറയുന്ന അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഓതുന്നു. പക്ഷെ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഹദീസ് നിഷേധിയാണ്. അദ്ദേഹം ഹദീസ് നിഷേധിയാകുമ്പോൾ ഹദീസ് മുഴുവനായി നിഷേധിക്കുന്ന ആൾ 70ഓളം ഖുർആൻ്റെ ആയത്തിന് നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെക്കുറിച്ച് ഖുർആൻ നിഷേധിയാണെന്നാണ് പറയുക. അതുകൊണ്ട് ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും റസൂലുള്ളാഹിൻ്റെ ചര്യയിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ട അഖീഖ, ഉദ്ഹിയ്യ പോലത്തതായ കാര്യങ്ങൾ അതൊക്കെ ഹദീസ് നിഷേധിക്കുന്നവർക്ക് എതിർക്കേണ്ടി വരും. ആ ഇനത്തിൽ പെട്ടവനാണ് ഈ മനുഷ്യൻ. ഇദ്ദേഹം അതിനെല്ലാം പുറമെ സർവ്വമത സത്യവും കൂടി പറഞ്ഞു നടക്കുന്ന ആളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സർവ്വമത സത്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ആവാം, എല്ലാ മതവും ഒരുപോലെയാണെന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സഹോദരനോടും അതുപോലെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതായ സത്യാന്വേഷകരോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള വിഭാഗത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കരുത്. അദ്ദേഹം ഖുതുബോധാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം വീട്ടിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഖുതുബയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് സംഘടന ഹദീസ് നിഷേധികളുടെ സംഘടനയാണ്. അവർക്ക് എന്ത് ഖുതുബ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആധികാരികതയോടുകൂടി പഠിച്ചതായ പണ്ഡിതന്മാരും ഖുർആനും സുന്നത്തും സലഫ് സാലിഹ്യങ്ങളുടെ മൻഹജ് അറിയുന്ന പണ്ഡിതന്മാരും അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കാം. എന്നല്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നവരുടെ പ്രസംഗങ്ങളോ CD-യോ ഒന്നും തന്നെ കേൾക്കരുത്. ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നാണ് ഉപദേശിക്കാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.